ഡോക്ടർ KT മുസ്തഫ, BSc, BBSc, AH, PG, PBH പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ഉള്ള ഡോക്ടറാണ്. ഡോക്ടർ ശരിക്കും നമ്മൾ പറഞ്ഞു പറഞ്ഞാൽ ഹോമിയോപ്പതിയുടെ വളരെ ഒരു വലിയൊരു വിശ്വാസിയും വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ്. ഡോക്ടർ ഹോമിയോ ഈ വെറ്റിനറി സർജൻ ആണെങ്കിലും സീനിയർ വെറ്റിനറി സർജൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആനിമൽ ഹസ്ബൻഡറി, ഗവൺമെന്റ് ഓഫ് കേരളയുടെ 25 വർഷത്തെ ചികിത്സാ പരിചയമുള്ള ഡോക്ടറാണ്. ഡോക്ടർ പലപ്പോഴും ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഹോമിയോ ഡോക്ടേഴ്സ് ആണെങ്കിലും പുള്ളി കാണിച്ചു തന്ന ഓരോ അത്ഭുതങ്ങൾ പലപ്പോഴും പല സർജിക്കൽ കേസസ്, ഈവൻ ശ്വാസകോശത്ത് അടഞ്ഞിരുന്ന ഒരു വലിയൊരു ഗുണ്ട് ഒരിക്കൽ തെറിപ്പിച്ചു കളഞ്ഞു നെക്സോമിക്ക കൊടുത്ത്. ഡോക്ടറെ ഇങ്ങനെയുള്ള ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ചികിത്സ നമ്മൾ കണ്ട് പലപ്പോഴും ഞങ്ങളെല്ലാം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഈ മൃഗങ്ങളുടെയൊക്കെ മനസ്സറിയുന്നത്, മൃഗങ്ങളുടെ ശരീരഭാഷ അറിയുന്നത്. അപ്പോൾ ഓരോന്നും ചോദിച്ചിരുന്നാൽ വളരെ വിദഗ്ധമായ രീതിയിൽ തന്നെ ഡോക്ടർ അത് പറഞ്ഞു തരും. അതാണ് ഡോക്ടർ ഒരു പ്രത്യേകത. ഡോക്ടർ ഒരുപാട് വീഡിയോസ്, 250-ലേറെ വീഡിയോസ് ഡോക്ടർ കയ്യിലുണ്ട്. എല്ലാം അത്ഭുതകരമായി നടത്തിയ ചികിത്സകളുടെ വിവരണമാണ്. പലപ്പോഴും ഈ ഹോമിയോ ഒന്നുമില്ല, ഇത് വെറും പ്ലാസിബോ ആണെന്നൊക്കെ പറയുന്നവർക്കൊക്കെ ഉള്ള ഏറ്റവും വലിയ ഉത്തരമാണ് ഡോക്ടറുടെ കയ്യിലിരിപ്പുള്ളത്. ഡോക്ടറെ ഞാൻ ക്ഷണിക്കുകയാണ്, സമയം കളയുന്നില്ല. ഡോക്ടർ ഇനി ഡോക്ടർ 3/4 മണിക്കൂർ ഡോക്ടർ സമയമാണ്. ഡോക്ടർ അനുഭവം, ഹോമിയോ അനുഭവങ്ങളെ കുറിച്ച് ഡോക്ടർ വർണ്ണിക്കുകയാണ്, വിവരിക്കുകയാണ്. സത്യസന്ധമായിട്ട് 100% സത്യസന്ധമായിട്ട് ഡോക്ടർ കാണിച്ചു തരികയാണ്. അത് നമുക്ക് സൂക്ഷ്മതയോടുകൂടി വീക്ഷിക്കാം. താങ്ക് യു. ഡോക്ടർ പ്രവേശിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. എന്നെ കേൾക്കുന്നുണ്ടോ? ഉണ്ട് സാർ. കമ്പ്യൂട്ടറിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. ഞാൻ മൊബൈലിലാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിന്റെ വീഡിയോസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. വീഡിയോസും കുറച്ച് ഷെയർ സ്ക്രീൻ ഞാൻ ചെയ്തോളാം. സാർ അത് കാണാൻ അല്ല, സാറിന് അത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ വേറൊരു ഫോണിൽ അത് ഓണാക്കി വെച്ചിട്ട് അതിലൂടെ കാണാനും പറ്റും. കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാന് ഷെയർ ചെയ്യുമ്പോഴേ കുറച്ചു കാലമായി IFPS വന്നിട്ട്. ഹലോ ഹലോ കേൾക്കാം സാർ. കാണുന്നോ? ഇപ്പൊ ഷെയർ ചെയ്യണ്ട. ഞാൻ പറയാം. കുറച്ചു കാലമായിട്ട് IFPS വിട്ടു നിൽക്കുകയായിരുന്നു. ഞങ്ങളെ ട്രെയിനിങ് ആയിരുന്നു, 3 month ട്രെയിനിങ്. അതുകൊണ്ട് തന്നെ ഫീൽഡ് അധികം ഒന്നും പുതുതായിട്ട് ഇല്ല. നമ്മള് കഴിഞ്ഞ ദിവസം ഒരു ഡോഗിന്റെ ഒരു ക്യാൻസറിന്റെ ഒരു കേസ് ഡോക്ടർ രാജേഷ് പട്ടേൽ എന്ന് പറഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. രാജേഷ് പട്ടേൽ എൻട്രി ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കുമോ? ഉണ്ടെങ്കിൽ ആദ്യം രാജേഷ് പട്ടേലിന്റെ ഒരു സ്പീച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുടങ്ങാം. രാജേഷ് പട്ടേൽ, ഡോക്ടർ രാജേഷ് പട്ടേൽ ഫ്രം സൂറത്ത്, ഗുജറാത്ത്. ഹലോ ഹലോ ഹലോ, ഞാൻ നോക്കുകയാണ്. പേര് വേറെ വല്ല പേരിലാണോ സാറ്? ഒരു ഇൻഫിനിറ്റ് ഹോട്ട് 9 പ്ലേ എന്നും പറഞ്ഞിട്ട് ഒരെണ്ണം കാണുന്നുണ്ട്. അത് വല്ലതും ആണോ? ഒരു മിനിറ്റ്. അല്ല, അതുണ്ടെങ്കിലേ നമുക്ക് മൂപ്പറെ വർത്താനം കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റാലോ. കേൾക്കാൻ പറ്റുന്നില്ല ഡോക്ടറെ, ക്ലിയർ ആവുന്നില്ല. ഹലോ, ശരി, ഓക്കെ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ അടുത്ത് ചെയ്ത ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു ഗാംഗ്രീനസ് മാസ്റ്റൈറ്റിസിന്റെ ഒരു കേസായിരുന്നു. ഗാംഗ്രീനസ് മാസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞാല് ഓൾമോസ്റ്റ് ഒരു 99% കേസും ലോസ് ആയി പോകുന്ന അഡർ, അതിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ നിന്ന് പോയിട്ട് ലോസ് ആയി പോകുന്ന ഒരു കണ്ടീഷനാണ്. ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാ കേസുകളും
അങ്ങനെ ഒരു കേസ് സക്സസ് ആക്കിയ ഒരു കേസാണ് ഇപ്പൊ ഒരു വീഡിയോ ഫോട്ടോ ഇല്ലേ, ഒരു അഡറിന്റെ ഒരു ഗോട്ടിന്റെ ഒരു അഡർ, ആ ഒരു ഫോട്ടോ ഇട്. ഇതാണോ സാറ്? കേസ് ഇത് മോർണിംഗ് ടൈമില് നമ്മളെ അടുത്തുള്ള വെറ്ററിനറി ഡിസ്പെൻസറി കാണിച്ചതിനും പനിയൊക്കെ ആയിട്ട് ബൈ ഈവനിങ് കണ്ടീഷൻ ഇങ്ങനെയായി മാറി. അതിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, കോൾഡ് ആയി, ബ്ലൂയിഷ് ആയി, അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ എത്തിയ ഒരു കേസിന് നമ്മള് അതുപോലെ അതിന്റെ മിൽക്ക് വെറും വാട്ടറി റെഡിഷ് ഒരു യെലോയിഷ് കളറൊക്കെ ആയിട്ടുള്ള ഒരു മിൽക്കായിരുന്നു. അത് അന്ന് തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻസ് മാത്രമാണ് കൊടുത്തത്. അതോടുകൂടി ഇത് 15th ജനുവരിയിലായിരുന്നു രാത്രി ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നത്. ഒരു 22nd ജനുവരിയിൽ അടുത്ത കണ്ടീഷനായി. ആ ഫോട്ടോസ് ഒന്നിടൂ. മിൽക്കും ഇതൊക്കെ ആയിട്ടുള്ള ഇത് ഫസ്റ്റ് ഫോട്ടോസ് ആണ്. അതാണ്ടോ ആ ഏരിയയിലേക്ക് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ വരികയും ആ ടിഷ്യൂസിനെ റിപ്പയർ ചെയ്യുകയും ചെയ്തു. സാധാരണ ഈ കേസിൽ ആ ടിഷ്യൂസ് കംപ്ലീറ്റ് ഡെഡായി പോയിട്ട് ആ ഭാഗം സ്ലഫ് ഓഫ് ചെയ്തു പോവുകയാണ് ചെയ്യാറ്. ഒരു നല്ലൊരു ശതമാനം ആടുകളും ചത്തുപോക്കാണ് സാധാരണ ഉണ്ടാവാറ്. ഇതുണ്ടോ ഹീൽ ചെയ്ത് വന്ന് കണ്ടില്ലേ? ആ അനിമൽ അതിൽ നിന്ന് നല്ല പാല് കിട്ടുന്നുണ്ട്. പാലിന്റെ പിക്ചറൊക്കെ അതിലുണ്ടായിരുന്നു. അതാണ്ടോ ഹൈലി നെറിഷ് മിൽക്കാണ് വന്നിരിക്കുന്നത്. സാധാരണ അതിൽ പ്യൂട്രിഫൈഡ് ഹൈലി പഞ്ചൻ സ്മെല്ലിങ് ഡെഡ് ബോഡി ലൈക്ക് നെക്രോട്ടൈസ്ഡ് ആയിട്ടുള്ള ലിക്വിഡാണ് വരിക. അതില് കണ്ടില്ലേ ആ പാലിന്റെ പ്യൂരിറ്റി കണ്ടോ? ഇറ്റ്സ് എ വണ്ടർഫുൾ കേസ് ആസ് അവർ കൊളീഗ്സ് ഹാവ് സെഡ്. ഇതാണ് നമ്മളെ അടുത്തുള്ള ഒരു പുതിയൊരു കേസ്. ബാക്കി ഞാൻ സ്ലൈഡ്സുകളൊന്നും സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യില്ല. ഒന്നാമത് സിസ്റ്റത്തിന് കുറച്ച് ഡാമേജ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിൽ ആ പാല് കറന്നെടുത്തിട്ട് മറ്റേ മിൽക്ക് ബോട്ടിൽ വെച്ചാണ് കൊടുത്തത്. കാരണം അത് സക്കി ചെയ്യുന്ന നേരം ശരി ഓൾറെഡി അതൊരു ഡെഡ് ടിഷ്യൂ പോലെയാണല്ലോ. അപ്പൊ കടിച്ച് മുറിച്ചു കഴിഞ്ഞാല് അതിന്റെ ഹീലിങ്ങിനെ ബാധിക്കണ്ടെന്ന് വെച്ചിട്ട് മിൽക്ക് കറന്നെടുത്തിട്ട് കുട്ടികൾക്ക് ബോട്ടിലിൽ കൊടുക്കുകയാണ് ചെയ്തത്. മാറ്റും അതാണ്ടോ 2 കിഡ്സ് ഉണ്ടായിരുന്നു അതിന്. ഇതില് അതുപോലെ തന്നെ ഈ പ്യൂരിഫൈഡ് ആയിട്ടുള്ള മിൽക്ക് കഴിക്കുക വെച്ചാൽ കിഡ്സുകളും പെട്ടെന്ന് ടോക്സീമിയ വന്നിട്ട് ചത്തുപോകും. അതില് നമ്മൾ 3 ജീവികളെയാണ് രക്ഷിച്ചിരിക്കുന്നത്. 2 കുട്ടികളെയും ഒരമ്മനെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുള്ള. എന്റെ നെക്സ്റ്റ് ഹലോ നെക്സ്റ്റ് ഒരു വീഡിയോ ആണോ? മറ്റേ പിന്നെ വീഡിയോ ആണ്. ഒരു ബോൺ ട്യൂമറെ കുറിച്ചുള്ള ഇതാണ് ഒരു വീഡിയോ, മറ്റേ ഓഡിയോ വേണമെന്നില്ല, വേണ്ട, അടുത്ത വീഡിയോ കാണണം. അതാണ് റീസെന്റ് ആയിട്ട് ഇന്നലെ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് അവർ അയച്ചു തന്ന ഇതാണ് കണ്ടോ. അത് ആ സ്കാർ ടിഷ്യൂ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് നല്ല മിൽക്ക് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോ അതിന്റെ ആ സ്കിന്നും കൂടിയും ഹീൽ ചെയ്താല് എനിമൽ ബിക്കം ഓൾമോസ്റ്റ് ഓൾ റൈറ്റ്. ഇത് സാധാരണ നിലയിൽ ഇത് ഒരു റുട്ടീൻ ആയിട്ടുള്ള ആന്റിബയോട്ടിക്സും അതർ മെഡിസിൻസും കൊണ്ട് ട്രീറ്റ് ചെയ്ത ഒരു കേസാണ്. അത് അതിന്റെ അടറ് സ്ലഫ് ചെയ്ത് പോയാണ്ടില്ലേ. ഈ കണ്ടീഷനിൽ നിന്നാണ് നമ്മള് അടറിനെയും ഒരാടിനെയും 2 കുട്ടികളെയും രക്ഷിച്ചെടുത്തത്. ഓൺലി വിത്ത് ഹോമിയോപ്പതിക് റെമഡി. അതില് നമ്മള് ബാച്ച് ഫ്ലവർ റെമഡി വെറ്റനറിയിൽ എത്രത്തോളം അത്ഭുതം കാണിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ കേസ്. റെസ്ക്യൂ റെമഡിയുടെ അത്ഭുത എന്തൊക്കെ മെഡിസിനാണ് കൊടുത്തതെന്ന് ഓർമ്മയുണ്ടോ സാറ്?
Arnica hypericum rescue remedy. റെസ്ക്യൂ റെമഡി എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളത് ഈ അടുത്ത കാലത്താണ് റെസ്ക്യൂ റെമഡിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞതും അതിനെക്കുറിച്ച് വായിക്കുകയൊക്കെ ചെയ്തത്. അത് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ വെറ്റിനറി കേസുകളിൽ അത് കാണിക്കുന്ന അത്ഭുതങ്ങൾ ഭയങ്കരമാണ്. നമ്മളെ ഒരു ഫാർമർ രാംദാസ് എന്ന് പറഞ്ഞ ആള് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മൂപ്പരെ ക്ഷണിക്കോ? രാംദാസ്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചുള്ളൂ. രാംദാസ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യും. രാംദാസ് ഓക്കെ. ആ കോർണറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണമല്ലോ. അൺമ്യൂട്ട് ചെയ്തില്ല. ചെയ്തു സർ. ഓക്കെ. ഹലോ കേൾക്കാം. ഹലോ കേൾക്കാമോ? കേൾക്കാം. ഞാൻ പിന്നെ സാറിന്റെ ഇതാണ് എൻ്റെ ഒരു പശുവിന് വല്ലാത്ത ചർമ്മരോഗം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിപ്പോയിരുന്നു. ഹലോ, വീഡിയോ ഇടാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാ. ഹലോ ഓ സർ, വീഡിയോ ഇടാൻ പറ്റാത്ത കൊണ്ടാണ്, റേഞ്ച് കുറവാണ്, അതുകൊണ്ടാ. പറഞ്ഞോളൂ. അപ്പോ ഒരു പശുവിന്റെ പിന്നെ ചർമ്മരോഗം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ട്. അതിന് മുന്നേ ആഴ്ച ഒരു പശു ചർമ്മരോഗം കൊണ്ട് വലിയൊരു പശു മരിച്ചുപോയി. അതിനുശേഷമാണ് ഞാൻ സാറിനെ പറ്റി അറിയുന്നത്, സാറിന്റെ അടുത്ത് പോന്നു. പിന്നെ സാറുമായിട്ട് കണ്ടതിന് ശേഷം പിന്നെ എൻ്റെ ആലയിൽ ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. അതിൽ ഒരു കാര്യമായൊരു സംഗതി, അതേപോലെ തന്നെ ചർമ്മരോഗം വന്ന് വല്ലാതെ വിഷമിക്കുന്ന ഒരു പശുവിന് സാറിന്റെ മരുന്ന് കൊടുത്ത് ശരിയാക്കി എടുത്തതാണ്. സാറിന്റെ മരുന്ന് കൊണ്ട് ഒരു പ്രശ്നവും കിട്ടിയില്ല. ഇന്നിപ്പോ കഴിഞ്ഞ ആഴ്ച അത് ക്രോസ് ചെയ്യാനും വരെ കഴിഞ്ഞു. അതുപോലെ തന്നെ എല്ലാ കേസുകളും സാർ അറ്റൻഡ് ചെയ്യുന്ന വളരെ ഈ മരുന്ന് കൊണ്ട് വളരെ ഫലപ്രദമാണ്. അങ്ങനെയാണ് സ്ഥിതി. ഓക്കെ. ഹിമ എന്ന് പറയുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള ഹിമ കയറാൻ സാധ്യത. ഹിമ വേദിയിലുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ഹിമ വേറെ എന്തെങ്കിലും പേരിലാണ് കയറിയിരിക്കുന്നെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. പിക്സൽ 4A കാണുന്നുണ്ട്. പിന്നെ അങ്ങനെ ആരെങ്കിലും നമുക്ക് പേരില്ലാതെ വന്നാൽ അറിയാം. യെസ്, അൺമ്യൂട്ട് ചെയ്തോളൂ. അൺമ്യൂട്ട് ചെയ്തോളൂ. ഭാഗ്യലക്ഷ്മി മാഡത്തിന്റെ ഒരു കേസ് കൂടി ഉണ്ട്. ഭാഗ്യലക്ഷ്മി ഇവിടെ വന്നോ? ഹിമ അൺമ്യൂട്ട് ചെയ്തോളൂ. ഇല്ലല്ലോ. അൺമ്യൂട്ട് ചെയ്യുക. അതിന്റെ ഇടത്തെ കോർണറിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇടത്തെ കോർണറിൽ താഴെ ലെഫ്റ്റ് എക്സ്ട്രീമില് മ്യൂട്ട് ആൻഡ് അൺമ്യൂട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമോ? ഹിമ MH ഒന്ന് ക്ലിക്ക് ചെയ്യോ? അൺമ്യൂട്ട് ചെയ്യും. അൺമ്യൂട്ട് എന്ന് പറയുന്നിടത്ത് ഒന്ന് അമർത്തിയാൽ മതി. ഏറ്റവും താഴെ മ്യൂട്ട് ആൻഡ് അൺമ്യൂട്ട് എന്നുണ്ട്. ഫോണിൽ ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡില് കോർണറിൽ മ്യൂട്ട് ആൻഡ് അൺമ്യൂട്ട് ഉണ്ട്. ഇപ്പൊ റിയാക്ഷൻ ചെയ്ത പോലെ തന്നെ എക്സ്ട്രീം എൻഡില് പിന്നെ ഒരു സൂപ്പറിൻറ്റൻഡന്റ് SMC ഉണ്ട്. അതാണ് ഗുജറാത്തിലുള്ള ആള്, രാജേഷ് പട്ടേൽ. Dr. Rajesh Patel to share his experience with homeopathic remedies in various cases of zoo animals, and also the case of a cancer, bone cancer treated along with me. Dr. Rajesh Patel. Dr. Rajesh Patel. Yeah. Unmute, doctor. Yeah. From Surat, okay. Gujarat. You can talk now. Yes, good evening, sir. Good evening.
Sir, actually, I am not that much experience in homeopathic treatment, but when I have completed my PGCVH course from Kerala, Kevasu, then after I have started and with some seniors like Musuba sirs and previously Naveen sirs, I have, when I require getting guidance, one more veterinarian in our Gujarat, renowned Dr. Poshak Patel, is also very experienced in veterinary homeopathic treatment. With help from these all seniors vets, which are more experienced in veterinary treatment, I am trying and treating some cases, and I have got very good results in my wildlife. As I am working as a zoo director and veterinary officer in Surat Zoo, I have used to control TB in my wild animals with homeopathic medicine, tuberculinum, and I have got excellent results, sir. Recently, I have treated this bone cancer case in one dog, which I have examined, and all other veterinarians and nearby our college and Nandini Veterinary Hospital doctors has also diagnosed that there is no treatment and you have to amputate his leg. But owner is not ready to perform that operation to amputate legs, and I have suggested some medicine with guidance of Mustafa sir, and we have got tremendous result with that all medicines. Thank you for sharing your experience with Yes, the sir. homeopathic remedies in veterinary practice. Thank you, Dr. Rajesh Patel. Yes, sir. ഡോക്ടർ രാജേഷ് പട്ടേൽ ഈ വേദിയിൽ പറഞ്ഞത് അദ്ദേഹം ഹോമിയോപ്പതിയിൽ അത്ര എക്സ്പെർട്ട് ഒന്നും അല്ലായിരുന്നെങ്കിലും അദ്ദേഹത്തിന് മുസ്തഫ ഡോക്ടറിലും അതുപോലെ ഡോക്ടർ നവീനിലൂടെ കേരളത്തിൽ വന്ന് കിട്ടിയ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കിട്ടിയ അറിവുകൾ വെച്ച് പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് അവര് ചികിത്സിച്ചപ്പോൾ ധാരാളം റിസൾട്ടുകൾ വളരെ നല്ല കേസുകളിൽ കിട്ടി എന്നുള്ളതാണ്. Yes, sir. ട്യൂബർക്കുലോസിസിലും അതിന്റെ ഫോട്ടോസ് ട്യൂബർക്കുലോസിസിലും നമ്മൾ ബോൺ അതിൽ ക്യാൻസറിലും. വെച്ചിട്ടുണ്ട്. ആ ബോൺ ക്യാൻസറിന്റെ ഫോട്ടോസ്, അതിന്റെ ഇനീഷ്യൽ ഫോട്ടോസും ഈ അടുത്തുള്ള ഫോട്ടോസ് ഒക്കെ ഞാൻ ധനേഷ് സാറിന് ഇട്ട് തന്നിട്ടുണ്ട്. സാർ നോക്കിയാ മതി. അതെ, ഇതാണ് അതിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള കേസ്. കണ്ടോ, ബ്ലീഡിങ് ഉണ്ട്. പിന്നെ എക്സ്റേ കണ്ടില്ലേ, ഭയങ്കര പോറസ് ആയിട്ടുണ്ട് ആ എല്ല്. അതിന്റെ ശരിക്കും ഒടിഞ്ഞു പോകുന്ന തരത്തില് അത്രയും സോഫ്റ്റ് ആയി പോയിട്ടുണ്ട്. ആ സാധനമാണ് ഇപ്പൊ വളരെ ആക്റ്റീവായിട്ട് ഓടി നടക്കുന്ന ഒരു പട്ടിയായി മാറിയത്. അതിന്റെ ഏർലി പിക്ചറാണത്, സ്റ്റാർട്ടിങ് പിക്ചർ. ഒരു 4th day ഓഫ് അവർ ട്രീറ്റ്മെന്റ് or 5th day of the treatment, that bleeding point is cured. It is that you can see in that photo. Now this animal is holding its weight on that limb. This is the recent photo taken from sent by the owner. Now the swelling is located to the middle part of the limb. Even though swelling is there, the animal is active in all respect. It's walking, running, in taking feed, no tiredness, everything is cured. We are continuing the treatment for further improvement. That is the recent pictures. You can say the blood is oozing out from that lesion during the starting of our treatment.
ഒന്ന് അൺമ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഹിമന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഹലോ ഹലോ ഹോസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കണോ? ഹിമയെ കാണുന്നില്ലല്ലോ. ഹിമ അൺമ്യൂട്ട് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്യേണ്ട അവരാണല്ലോ, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കാണുന്നില്ല. ഹാൻഡ് റൈസ് ചെയ്യോ ഹിമ, ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ. അതാ ആ ഇനി അൺമ്യൂട്ട് ചെയ്തോളൂ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. ആ മ്യൂട്ട് ഒന്ന് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്തോളൂ. ഹിമ കേൾക്കുന്നുണ്ടോ? യെസ്, അതിന് അവിടെ ഒരു ആഫ്റ്റർ അൺമ്യൂട്ട് എന്ന് പറയുന്നിടത്തൊരു കുത്തിയാൽ മതി. നിങ്ങൾ തന്നെ ചെയ്യുക. ഞാനിപ്പോൾ അയക്കുമ്പോൾ അവിടെ ആഫ്റ്റർ അൺമ്യൂട്ട് എന്ന് പറഞ്ഞ് അയക്കുമ്പോൾ അൺമ്യൂട്ട് ചെയ്യൂ, അതിനകത്ത് വരുന്നുണ്ട്. അതെ, നിങ്ങൾ തന്നെ ഹോസ്റ്റ് മ്യൂട്ട് ചെയ്യണം. ഇപ്പൊ അൺമ്യൂട്ട് ചെയ്യണം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഞാൻ അനുവാദം തന്നിരിക്കുകയാണ്. ഹോസ്റ്റ് ഇപ്പൊ മ്യൂട്ട് ചെയ്തിരുന്നു. ഇത് നിങ്ങളിപ്പോൾ അനുവാദം തരുന്നത്, ഞാൻ ഒന്നുകൂടെ അനുവാദം തരാം. ആഫ്റ്റർ അൺമ്യൂട്ട്. അൺമ്യൂട്ട് ബട്ടണിലൊന്ന് അമർത്തിയാൽ മതി. ഭാഗ്യലക്ഷ്മി ഡോക്ടർ എങ്കിൽ സംസാരിച്ചോളൂ. ആദ്യമായിട്ട് ഞാനൊരു സോറി അതാ പറയട്ടെ. ഹിമ റെഡി ആയിട്ടുണ്ട്. ഹിമ റെഡി ആയിട്ടുണ്ട്. ഇനി ശരി, സംസാരിച്ചോളൂ. അത് അതൊന്ന് കഴിയട്ടെ ഡോക്ടർ. ഹിമ സംസാരിച്ചോളൂ ഇനി. ഹലോ കേൾക്കാം. ഓക്കെ, പറഞ്ഞോളൂ. കാണാം. ഞാൻ തൃശ്ശൂരിന്റെ ഹിമ എന്നാണ് പേര്. എനിക്ക് എന്റെ വീട്ടിലൊരു പട്ടിക്കുട്ടി എനിക്ക് വീടിന്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. ഒരു 20 ദിവസത്തെ പ്രായത്തിലാണ് എനിക്ക് കിട്ടിയത്. നാടൻ പട്ടിക്കുട്ടിയാണ്. ഡോഗ്സിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ എന്റെ മകനെമാര് വളർത്തുമായിരുന്നു. പക്ഷെ ഞാൻ കാണിച്ച ഡോക്ടർ എനിക്ക് റാബിസിന്റെ വാക്സിൻ മാത്രം എടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ റാബിസിന്റെ വാക്സിൻ ഒക്കെ എടുത്ത് ഒരു 2.25 വയസ്സായപ്പോൾ ഒരു ദിവസം അവൻ പെട്ടെന്ന് ഭയങ്കര ചുമയും നല്ല പനിയും വന്നു. ഞാൻ അവനെ ഇങ്ങനത്തെ ഒരു അസുഖം ഒന്നും കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കിയപ്പോൾ അവിടെയുള്ള ഡോക്ടറാണ് എന്നോട് ചോദിച്ചത്, ഡിസ്റ്റംബർ എന്ന് പറഞ്ഞ അസുഖം ഉണ്ട്, അതിനുള്ള വാക്സിൻ എടുത്തിട്ടുണ്ടോ? എനിക്ക് സത്യമായിട്ട് ഇങ്ങനെ അസുഖമുള്ള കാര്യം എനിക്കറിയില്ല. ഇതിന് പ്രിവെൻഷൻ വാക്സിൻ ആണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ കണ്ടോഷം പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഇത് അതായിരിക്കും എന്നുള്ളത് എന്ന് പറഞ്ഞു. എന്നിട്ട് ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവൻ ആ സിംറ്റം കാണിച്ചു. പിന്നെ ഞാൻ എന്നും അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ ദിവസം കണ്ടു തുടങ്ങി. അവൻ ഒരു കാല് തളർന്നു പോയി തുടങ്ങി, രണ്ടാമത്തെ കാല് തളർന്നു പോയി തുടങ്ങി, പിന്നെ അവൻ ഇഴഞ്ഞു തുടങ്ങി. എന്റെ കുറെ ഫോട്ടോസ് ഒക്കെ ഉണ്ട് എന്റെ കയ്യില്. അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് കഴിഞ്ഞ ഡിസംബർ അവസാനത്തോട് കൂടിയിട്ട് അവൻ ഫുള്ളായിട്ട് കിടന്നു. ഞാൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവന്റെ കൈയും കാലും അപ്പുറത്തേക്ക് വീണ് അങ്ങനെ കിടന്നു. കണ്ട എല്ലാരും പറഞ്ഞു 2 ദിവസത്തിന്റെ ഉള്ളില് പട്ടിക്കുട്ടി മരിക്കുമെന്നുള്ളത്. ഞാൻ ഒരു 5 ml സിറിഞ്ചിൽ ORS മാത്രമാണ് ഞാൻ കൊടുത്തിരുന്ന ഭക്ഷണം. ഞാൻ ജോലി കഴിഞ്ഞ് വന്നാൽ ഇങ്ങോട്ട് മറിച്ചു കിടത്തും. അങ്ങനെ കളർന്ന് അത്രയും ഞാൻ നോക്കും. ഒരു രക്ഷയില്ല, എല്ലാരും പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ എന്റെ വിശ്വാസം എന്തേലും ഒരു മിറാക്കിൾ നടക്കുമെന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ ഫ്രണ്ട് ഹോമിയോ ഡോക്ടർ ഉണ്ട്, അവളുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. എന്താ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു, വിഷമിക്കേണ്ട, നമുക്ക് ഒന്നും കൂടി അന്വേഷിക്കാം, എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടാതിരിക്കാം. അങ്ങനെ അവരുടെ ഒരു DMO ഉണ്ട്, ഡോക്ടർ മറിയാമ്മ ജോർജ്, റിട്ടയർഡ് DMO ട്രിവാൻഡ്രം.
അവരാണ് ഡോക്ടർ മുസ്തഫ എന്ന് പറഞ്ഞ ആളുടെ ഡോക്ടറുടെ പേര് സജസ്റ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് നമ്പർ തന്നു. അങ്ങനെ ഞാൻ വിളിച്ചു. ഞാൻ ഡോക്ടറെ നേരിട്ട് എനിക്ക് കാണാൻ പറ്റില്ല, ഞാൻ തൃശ്ശൂരിലുള്ള ആരാണ്, ഡോക്ടർ കോഴിക്കോടാണ്. എന്നിട്ട് ഞാൻ കണ്ടു, ഡോക്ടറെ വിളിച്ചു, ഡോക്ടറുടെ കാര്യം പറഞ്ഞു. ഡോക്ടർക്ക് ആദ്യം ഞാൻ കൊടുക്കുന്ന വീഡിയോ ആണ്, ഇത് ഫുള്ളായി തളർന്ന് കിടക്കുന്ന ഒരു വീഡിയോ ആണ് കൊടുക്കുന്നത്. ഡോക്ടർ മരുന്ന് തരാന്നുകൊണ്ട് ഡോക്ടർ അപ്പോഴും പറഞ്ഞു കണ്ടീഷൻ വളരെ മോശമാണ്, നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോഴും എന്തെങ്കിലും ഒരു മിറാക്കിൾ തന്നെയാണ് വിചാരിച്ചത്. ശരിക്കും എന്നെ സംബന്ധിച്ച് ഹോമിയോ ഒരു മിറാക്കിൾ തന്നെയാണ്. അങ്ങനെ ഡോക്ടർ തൃശ്ശൂർ വീണ്ടും കൊണ്ടു. ഞാൻ ഇവനെയും കൊണ്ട് ഞാൻ ഡോക്ടറെ കാണാൻ പോയി, റെയിൽവേ സ്റ്റേഷനിൽ പോയി. അങ്ങനെ ആദ്യമായിട്ട് കാണുന്നത്. അവിടെ നിന്നിട്ട് ഒരു കൊല്ലമായി ഡോക്ടറെ ട്രീറ്റ്മെന്റ്. അതിന് ഓരോ സ്റ്റെപ്പും പതിയെ പതിയെ അവൻ കഴുത്തനക്കി തുടങ്ങി, കണ്ണനക്കി തുടങ്ങി, വായ പതിയെ തുറന്നു, ഓരോ ചെറിയ ഉരുള വാങ്ങാൻ തുടങ്ങി, കൈ അനക്കി തുടങ്ങി, പിന്നെ എഴഞ്ഞു തുടങ്ങി. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഊഞ്ഞാല് പോലെ കെട്ടിയിട്ടിട്ട് നിർത്താൻ പറഞ്ഞു. അങ്ങനെ ഓരോന്നും ഈ ഡോക്ടറുടെ വീഡിയോ കൊടുക്കലും ഡോക്ടറോട് ഞാൻ സംസാരിക്കലും മാത്രമേ, ഒരിക്കലും ഇവനെ കാണിക്കാൻ വളരെ ചുരുക്കമാണ്. ഡോക്ടർ തൃശ്ശൂർ എന്തെങ്കിലും പരിപാടിക്ക് വന്നാൽ മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. അങ്ങനെ ഇവൻ എഴഞ്ഞു തുടങ്ങി. അങ്ങനെ പതിയെ മുട്ടുകുത്തും വീഴും, എനിക്കും മുട്ടുകുത്തും വീഴും. ഇപ്പൊ അവന്റെ കണ്ടീഷൻ, അവൻ നടന്നു തുടങ്ങി. ഇറങ്ങാൻ മാത്രമാണ് അവന് ഒരു ചെറിയൊരു പ്രശ്നം. എന്നാലും അവൻ എല്ലാവർക്കും ഒരു മിറാക്കിളാണ്. ഇവനെ വന്ന് മുന്നേ കണ്ടവർ ഇപ്പൊ വന്ന് കാണുമ്പോൾ എല്ലാരും പറയുന്നുണ്ട് ഇവൻ ഇപ്പോഴും ഉണ്ടോ, അത് ഇപ്പോഴും ഇവൻ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളൊരു ഇതിലാണ് എല്ലാവരും ചോദിക്കുന്നത്. ഹോമിയോ എന്നെ സംബന്ധിച്ച് വലിയൊരു മിറാക്കിളാണ്, പ്രത്യേകിച്ച് ഡോക്ടർ മുസ്തഫ. ഡോക്ടറെ എനിക്ക് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കാരണം എനിക്ക് ആകെ ഉണ്ടാകുന്നത് എനിക്ക് ജീവനോടെ അവനെ കിട്ടണമെന്നാണ് ഉണ്ടാകുന്നത്. അവനാണിപ്പോ എനിക്ക് നടന്നു തുടങ്ങി, പറമ്പിലേക്കൊക്കെ പോയി തുടങ്ങി, എല്ലാം അവൻ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അപ്പൊ അത് വലിയൊരു മിറാക്കിൾ തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഹോമിയോ. എന്നെ സംബന്ധിച്ചില്ല, എനിക്ക് അറിയാവുന്ന എല്ലാവർക്കും ഞാനിപ്പോ അത് പറയുന്നുണ്ട്. എല്ലാവരും എന്നോട് ചോദിക്കും, ഓഫീസിലൊക്കെ എന്നോട് ചോദിക്കും ഹോമിയോ കൊണ്ട് മാറിയോ, അങ്ങനെ ഒരു ഇതായിരുന്നു. ഞാൻ പറഞ്ഞു ഹോമിയോ കൊണ്ട് മാറുമെന്നുള്ള വലിയൊരു തെളിവാണ് എന്റെ വീട്ടിലെ പട്ടിക്കുട്ടി. അതിന് വലിയൊരു താങ്ക്സ് എപ്പോഴും ഞാൻ ഡോക്ടർ. എനിക്ക് പെട്ടെന്ന് കയറാൻ പറ്റാണ്ടായപ്പോ എനിക്ക് ടെൻഷനായി. എനിക്കിത് പറയണം, അറിയാവുന്ന എല്ലാവരോടും ഞാനിപ്പോ പറയുന്നുണ്ട്. എന്റെ ഒരു അസുഖം എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഡോക്ടർ നല്ല ഒരു ഇതാണ് എനിക്ക് ചെയ്തു തന്നത്. എനിക്കൊരു താങ്ക്സ് ഡോക്ടർ പറയുന്നു ഹോമിയോക്ക്. താങ്ക് യു. താങ്ക് യു ഡോക്ടർ. Thank you. ഏതായാലും ഭാഗ്യലക്ഷ്മി. നന്ദി. ഭാഗ്യലക്ഷ്മി ഡോക്ടറെ വിളിക്കാം. ഓക്കെ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തോളൂ. എല്ലാവർക്കും നമസ്കാരം. ഞാനും ഡോക്ടർ മുസ്തഫ ഡോക്ടറിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് കയറിയത്. അദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെട്ടത് നമ്മളെ ഇവിടുത്തെ ISPS വഴി തന്നെയാണ് മുസ്തഫ ഡോക്ടറിനെ കിട്ടിയത്. അപ്പൊ ഒരു ദിവസം ഞാനും അല്ലറ ചില്ലറ വെറ്റിനറി ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്ത പോലെ ഒന്നുമല്ല ഹോമിയോപ്പതി വെറ്റിനറി എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് ഡോക്ടർ മുസ്തഫയിൽ നിന്നാണ്. എന്തായാലും അദ്ദേഹത്തിന് ഞാൻ നേരിട്ട് വിളിക്കാതെ ഒരു ദിവസം എനിക്കൊരു കേസ് കിട്ടി. അത് എൻ്റെ ഒരു പേഷ്യന്റിന്റെ തന്നെ ഇവിടെ അടുത്ത പുള്ളി ഒരു പശുവിന്റെ ഫാം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്, ഒരു ഡയറി ഫാം. അപ്പം ഒരു ദിവസം വന്നിട്ട് ഭയങ്കര സങ്കടത്തെ പറഞ്ഞു. അത് പുള്ളിക്ക് മരുന്ന് വാങ്ങിക്കാൻ വന്നതാ, ഭയങ്കര വിഷമം ആയിട്ടൊക്കെ പറഞ്ഞു. എന്ന് വെച്ചാൽ എന്ത് പറ്റി, അത് ഈ അടുത്ത കാലത്ത് മറ്റേ പശുക്കളുടെ മറ്റേ മുഴ വരുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ, സ്കിന്നിലൊക്കെ ഇത് വന്നിട്ട് ആ ഒരു കണ്ടീഷനായിരുന്നു. അപ്പൊ ആ കണ്ടീഷനിൽ ഇരിക്കുന്ന ഡോക്ടറെ ഞങ്ങളുടെ ഒരു 3-4 പേരുടെ ഫാം അടുത്തടുത്ത് ഉണ്ട്. അതിലെല്ലായിടത്തും ചത്തു തുടങ്ങി. എൻ്റെ ഭയങ്കര 50,000 രൂപ കൊടുത്ത് വാങ്ങിച്ചൊരു പശുവാ. തീരെ അവക്ക് വന്നു തുടങ്ങി, പ്രസവിച്ചിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. അത് പോയാൽ എൻ്റെ കാര്യം കഷ്ടമാന്നൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഡോക്ടർ, എനിക്ക് പണ്ട് പശുവിന് അല്ല കോഴിക്കൊക്കെ ഞാൻ മരുന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും മരുന്ന് തരാനുണ്ടോ ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു കണ്ടീഷൻ എന്തുവാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇപ്പൊ TV-യിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ പശു ഇങ്ങനെ പോകുന്നു എന്നൊക്കെ, വല്ലാത്ത ഇതെന്നൊക്കെ പറഞ്ഞു. ഞാൻ അന്നേരം ഡോക്ടർ മുസ്തഫയെ വിളിച്ചു, പക്ഷെ കിട്ടിയില്ല. ഞാൻ അന്നേരം ഒരു വോയിസ് മെസ്സേജ് ഇട്ടു. വോയിസ് മെസ്സേജ് ഇട്ടപ്പം കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു റെസ്റ്റോക്സ് എന്ന് മാത്രം ഒരു മറുപടി കിട്ടി. റെസ്റ്റോക്സ് മാത്രം, പൊട്ടൻസിയും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ ഒന്നുകൂടെ വിളിച്ചു, ഡോക്ടർ പൊട്ടൻസി അത് 200 കൊടുത്തോളൂ എന്ന് മാത്രം. അങ്ങനെ ഞാൻ ആ പുള്ളിക്ക് റെസ്റ്റോക്സ് 200 പിന്നെ കൊടുത്തു. ഒരു 1 gram പിൽസ് 3 നേരം വീതം കൊടുക്കാൻ പറഞ്ഞു. ഡോക്ടർ മുസ്തഫ ആ പശു ഇപ്പോഴും നല്ല അന്തസ്സായിട്ടുണ്ട്. അടുത്ത ഫാമിലുള്ള പല പശുക്കളും ചത്തുപോയി.
അവരുടെ പശു വേറെ ഒരു പശുവിനും വന്നിട്ടില്ല. അതുകൊണ്ട് അവരിപ്പോഴും വളരെ ഹാപ്പി. ഡോക്ടർ മുസ്തഫയ്ക്ക് 100,000 നന്ദി. പിന്നെ അതോടൊപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വീക്കിൽ ഞാൻ ഡോക്ടർ മുസ്തഫയെ വിളിച്ചിരുന്നു. അത് എൻ്റെ വീട്ടിലെ മെയ്ഡിന്റെ മോന്റെ പട്ടി, അതൊരു വയസ്സുള്ള മറ്റേ ജർമ്മൻ ഷെപ്പേർഡ് ഏതാണ്ട്, അവര് മറ്റേ സ്ക്രബ് ടൈഫസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അലോപ്പതി ഡോക്ടറുടെ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തു. ഹീമോഗ്ലോബിൻ 4, WBC 2023 അങ്ങനെയൊക്കെയുള്ള ഇത് പറഞ്ഞിട്ട് ഒരു കേസായിരുന്നു. പട്ടി തീരെ അനങ്ങുന്നില്ല, വെള്ളം ജസ്റ്റ് ഒന്ന് നോക്കി കുടിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു ഇതും ഇല്ല. ഞാൻ അപ്പൊ തന്നെ ഡോക്ടറിനെ വിളിച്ചു. പുള്ളിക്കാരന്റെ വേറൊരാളാണ് ഫോൺ എടുത്തത്. ഡോക്ടർ നിസ്കരിക്കുകയാണെന്ന് പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചു. അപ്പോഴത്തേക്ക് ഡോക്ടർ എനിക്ക് മരുന്നുകൾ പറഞ്ഞു തന്നു. നമ്മുടെ മരുന്നുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫെറംഫോസ്, ചൈന, പിന്നെ റെസ്ക്യൂ റെമഡി, ഈ 3 മരുന്ന് ഓരോ മണിക്കൂർ ഇടവിട്ട് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ അങ്ങനെ കൊടുത്തു. ആദ്യം ഫസ്റ്റ് ഡോസ് പറഞ്ഞത് എന്തായാലും അലോപ്പതി ഇത്രയും ചെയ്തിരിക്കല്ലേ, നെക്സോമിക്ക 1 1 ഡോസ് കൊടുക്കും. അത് ആ പട്ടി ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ അതിന് 1 ഡോസ് നെക്സോമിക്ക 1 കൊടുത്തു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവരവിടെ കാട്ടാക്കട എങ്ങനെ താമസിക്കുന്നത്, അപ്പൊ അവിടെ വരെ എത്തിക്കഴിഞ്ഞ് 1 മണിക്കൂർ കഴിയുമ്പോ മറ്റേ മരുന്നുകൾ ഓരോ മണിക്കൂർ വിട്ട് കൊടുക്കാൻ പറഞ്ഞു. വീട്ടിൽ ചെന്ന് ഡോക്ടർ മുസ്തഫ കേൾക്കുന്നുണ്ടല്ലോ? അതെ 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 ഡോക്ടറെ, പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ അവര് പിന്നെ പട്ടി ഭക്ഷണം കഴിച്ചു. ഫസ്റ്റ് ഡേയിൽ തന്നെ നമ്മൾ ഇവിടെ നിന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതുവരെ 4 ദിവസം കൊണ്ട് വെള്ളം മാത്രം കുടിച്ച് കിടന്ന പട്ടി ഭക്ഷണം കഴിച്ചു. കട്ടിയായിട്ട് അവർ ചോറ് കൊടുത്തു. അപ്പൊ കഴിച്ചു എന്ന് പറഞ്ഞു 1 മണിക്കൂർ കഴിഞ്ഞ്. അത് കഴിഞ്ഞ് പിന്നെ അവര് മരുന്നുകള് മറ്റേ മെഡിസിൻസ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഡോക്ടർ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ഗ്യാരണ്ടി എന്തോ പറഞ്ഞു ഡോക്ടർ എന്നോട് അപ്പോഴേ പറഞ്ഞു, ഇത് കൊടുക്കൂ ഡോക്ടറെ, ഇത് മോദീസ് ഗ്യാരണ്ടി ആണ്. അതേപോലെ ഗ്യാരണ്ടി ആണെന്ന് പറഞ്ഞു വിട്ടു. അപ്പോഴേ അവര് പിന്നെ ഞാൻ പറഞ്ഞു വേറെ മരുന്നൊന്നും കൊടുക്കണ്ട, അത് ഗ്യാരണ്ടി ഉണ്ട്, നിങ്ങൾ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കൊണ്ടുപോയി കൊടുത്തു. എന്തായാലും പിന്നെ പട്ടി ഇപ്പം നല്ല ആക്റ്റീവാണ്, മെഡിസിൻ കഴിക്കുന്നുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റിയില്ല അവർക്ക്. എന്താന്ന് വെച്ചാൽ ആ പുള്ളിക്കാരന് ഒരു ആക്സിഡന്റ് ആയി, കാലും മുട്ടൊക്കെ വയ്യാതായിപ്പോയി. പിന്നെ അവർക്ക് ഇങ്ങനെ വീണ്ടും തിരുവനന്തപുരത്ത് കൊണ്ടുവന്നാലേ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നടക്കുള്ളൂ. അതുകൊണ്ട് 2 ദിവസം കൂടെ കഴിഞ്ഞ് ചെയ്യിക്കാം. പക്ഷെ നന്നായിട്ട് നല്ല പിന്നെ റിലീഫ് ഉണ്ട്. പട്ടി ഓടി നടക്കുന്നുണ്ട്, ആഹാരവും കഴിക്കുന്നുണ്ട്. പിന്നെ വേറെ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. അതുകൊണ്ട് ഡോക്ടർ മുസ്തഫ വീണ്ടും നന്ദി പറയുന്നു താങ്കളോട്, ഗ്യാരണ്ടി തന്നതിൽ. ഇനി ഞാൻ വിളിച്ച് ശല്യം ചെയ്യും. എനിക്ക് ഇതുപോലൊക്കെ വരും. പിന്നെ പഴയ രീതിയിലുള്ള ആ ട്രീറ്റ്മെന്റ് നമ്മളെ പറഞ്ഞതുപോലെ ഒരുപാട് കേസസിന് സിംറ്റംസിന് ആൾക്കാർ വരുന്നവരിങ്ങനെ പറയുമ്പോൾ നമ്മൾ പട്ടിക്കൊക്കെ മരുന്നുണ്ട് എന്ന് പറയുമ്പോഴാണ് അവരും അറിയുന്നത്. അങ്ങനെ നമ്മൾ എന്തായാലും കൊടുത്തിട്ടുണ്ട്. പണ്ടൊക്കെ കൊടുക്കുമായിരുന്നു, ഇപ്പോഴും ഇതുപോലെ ഉണ്ട്. ഇനിയിപ്പോ എന്തായാലും ഡോക്ടർ മുസ്തഫയുടെ പിന്നെ അതുപോലെ തന്നെ ഒരു പട്ടിക്ക് കണ്ണ് കാണാത്ത ഒരു പട്ടിയുടെ, അത് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്ത്, അവരങ്ങ് ബാംഗ്ലൂരിലുള്ളതാ. ആ കേസില് അത് അവര് പറയുന്നു, പേഷ്യൻസ് പറയുന്നു പിന്നെ കുഴപ്പമില്ല എന്ന്. പക്ഷെ ഡോക്ടർ മുസ്തഫയ്ക്ക് ആ കേസിൽ അത്ര വ്യത്യാസം വന്നില്ല കണ്ണിന്റെ ഇതെന്നാണ് ഡോക്ടർ പറയുന്നത്. പക്ഷെ എന്നാലും അവര് പറഞ്ഞു അതിന് വ്യത്യാസമുണ്ട് എന്ന്. പിന്നെ ഇപ്പൊ നമ്മൾ അത് യൂഫ്രേഷ്യാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കൊടുത്തിട്ടുണ്ട്, അതിന്റെ വിവരം പിന്നെ കിട്ടിയില്ല. ഇത്രയൊക്കെയാണ് എനിക്ക് ഡോക്ടറിന്റെ കാര്യം പറയാനുള്ളത്. എന്തായാലും ഡോക്ടറെ ഹോമിയോപ്പതിയിൽ ഇത്രയും വിശ്വാസം, ഇത്ര ഗ്യാരണ്ടി തരുന്ന വേറൊരു ഡോക്ടറും ഇല്ല. ഇപ്പൊ ഹോമിയോപ്പതിക്കാര് പോലും പറയാത്ത ഗ്യാരണ്ടിയാണ് ഡോക്ടർ മുസ്തഫ ഹോമിയോപ്പതി മരുന്നിന് പറയുന്നത്. വളരെ താങ്ക്സ്. ഞാനത് വീണ്ടും താങ്ക്സ് പറയുന്നു. ശരി, താങ്ക് യു. വേറെ ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ? ഭാഗ്യലക്ഷ്മി ഡോക്ടർ തന്നെ. എനിക്ക് കേസ് ഒന്നും ഇല്ല കേട്ടോ ഇനി പ്രസന്റ് ചെയ്യാന്. പുതിയ കേസ് ഇല്ല തൽക്കാലം. അഫ്സൽ കുഴിക്കാടൻ സംസാരിച്ചോളൂ സാർ. സാറേ അസ്സലാമു അലൈക്കും.
സാറുടെ നേരത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു. അത് സാറ് ഒരു പശുക്കുട്ടിയുടെ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒരു പശുക്കുട്ടിക്ക് എന്താ പാല് കൊടുക്കാന് എന്താ പ്രസവിച്ചൊരു പശുക്കുട്ടിക്ക് തന്നെ പേടിയായിട്ട് അതിന്റെ തള്ളന്റെ അടുത്തേക്ക് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു കേസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോ അതുപോലെ ഞങ്ങളുടെ വീട്ടില് കുറെ വളർത്തുന്ന കോഴികളുണ്ട്. അപ്പോ എന്റെ പരീക്ഷണങ്ങൾ മൊത്തം അതിലായിരുന്നു. അപ്പൊ വീട്ടിലാണെങ്കിൽ ഇതുപോലെ എന്താ പറയാ, ഒരു ദിവസം ഒരു കോഴിക്കുട്ടി പട്ടി പിടിച്ചതിന് വെച്ചാൽ തലനാരിക്ക് രക്ഷപ്പെട്ടത്. അപ്പൊ അന്ന് ഞാന് എന്താ പറയാ, അങ്ങനെ തൂങ്ങി നടക്കുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം കഴിഞ്ഞ് യാതൊരു മാറ്റില്ല. രണ്ടാമത്തെ ദിവസമാണ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ്, അഫ്സല എന്റെ ഹോമിയോ മെഡിസിൻ ഒക്കെ ഒന്ന് കൊടുത്തോക്ക്, എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരികയാണെങ്കിൽ അത് ഞങ്ങൾ നോക്കാലോ വന്നു. അങ്ങനെ ഞാൻ അക്കോണൈറ്റ് ഒരു ഡോസ് എടുത്ത്. പിന്നെ അങ്ങനെ ശരിയായി. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ കോഴിക്കുട്ടിയൊക്കെ പെട്ടെന്ന് വരുന്ന പനിക്ക് അതേപോലെ തന്നെ ഞാൻ അക്കോണൈറ്റ് ഒരു ഡോസ് കൊടുത്ത് അങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളെ വീട്ടിലൊരു മുട്ട ഇടുന്ന ഒരു കോഴിയുണ്ട്. അത് ഇതേപോലെ ഒരു ദിവസം ഇങ്ങനെ നോക്കിയപ്പോൾ നല്ല ചൂട് മാത്രമല്ല, അത് നല്ല വയറ് ഇളകിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മലൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ഫസ്റ്റ് ഒരു നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് ഞാൻ ഫസ്റ്റ് അക്കോണൈറ്റ് ഡോസ് എടുത്തു. യാതൊരു മാറ്റമില്ല. പിന്നെ ഞാൻ ഉച്ചക്ക് വന്നു. ഞാൻ ക്ലിനിക്ക് പോകുന്നതിന് മുമ്പാണത്. പിന്നെ ഞാൻ ഉച്ചക്ക് വന്നിട്ട് അതേപോലെ വീട്ടിലിങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് കിടന്ന സ്ഥലത്ത് തന്നെ മുട്ടയിട്ടു എന്ന് പറഞ്ഞു. പിന്നെ അത് നല്ല വയറിളകി പോകുന്നു, പിന്നെ നല്ല വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ആഴ്സാൽബാണ് ഒരു ഡോസ് കൊടുത്തത്. അപ്പോൾ ഞാൻ അവിടെ മെഡിസിൻ ഏൽപ്പിച്ചു പോയി. ഞാൻ ക്ലിനിക്ക് പോകുന്ന സമയം വൈകിട്ട് ക്ലിനിക്ക് പോകുന്നതിന് മുമ്പായിട്ട് മെഡിസിൻ ഏൽപ്പിച്ചു പോയി. പിറ്റേന്ന് എന്താ പറയാ, അന്ന് വൈകിട്ട് എന്റെ ഫാദർ മറ്റേ ആഴ്സാൽബ് മറ്റേ 2 പിൽസ് 200 പിൽസ് കൊടുത്തു. അതിനുശേഷം പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ അത് നോർമൽ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയാ, ഇത് ഹോമിയോ മെഡിസിൻ കൊണ്ട് തന്നെ ഇപ്പോ ഇങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വരുന്ന നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് വീട്ടിലുള്ളത്. അപ്പൊ അറ്റം കോഴികൾക്കൊക്കെ ഇതേപോലെ തന്നെ ഹോമിയോ മെഡിസിൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ മറ്റേ മുസ്തഫ ഡോക്ടർക്ക് ഇതുപോലുള്ള കേസുകളൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് ഞാൻ പരീക്ഷിച്ചു നോക്കുന്നത് മെയിനായിട്ട്. താങ്ക്സ് മുസ്തഫ ഡോക്ടർ, ഒരുപാട് നന്ദിയുണ്ട്. ഡോക്ടർ സുമ ഡോക്ടറെ, ഈ വെറ്റിനറി കേസസില് പൊട്ടൻസി ഡോസ് ഒന്ന് പറയാമോ? ഏതായിരിക്കും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് വരുന്നത്? 200 ഡോസസ് എത്ര പ്രാവശ്യം ഫ്രീക്വൻസി കൊടുത്തത്? ഡോസേജ് എത്ര ഡോസ് കൊടുത്തു? 2 ഡെയിലി 2 ഡോസ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. സംശയങ്ങൾ ചോദിക്കും. ഡോക്ടർ അനിൽകുമാർ കയറിയിട്ടുണ്ടോ തിരുവനന്തപുരത്ത് നിന്ന്? ഡോക്ടർ അനിൽകുമാർ ഹാൻഡ് റൈസ് ചെയ്യോ? 3 പേര് ഹാൻഡ് റൈസ് ചെയ്ത് കാണുന്നുണ്ടല്ലോ. അത് അവരെല്ലാം സംസാരിച്ചു വരുന്നത്. അവരൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞല്ലോ. വേറെ ആരെങ്കിലും ഉണ്ടോ സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ സംശയങ്ങൾ ചോദിക്കാം. കുറുപ്പ് സാറ് സംസാരിച്ചോളൂ സാറ്, അൺമ്യൂട്ട് ചെയ്ത്. കുറുപ്പ് സാറ്. സാറേ, ഈ പശുവിന് നിംഫോമാനിയ വരും, അതിന് സാറിന് കേസ് കിട്ടിയിട്ടുണ്ടോ? നിംഫോമാനിയ നമ്മളധികം കോളോഫിലം കൊടുത്തിട്ട് റിസൾട്ട് കിട്ടിയത് കേസുണ്ട്. അത്ര അധികം കേസുകൾ കണ്ടിട്ടില്ല. കോളോഫിലാണ് ഞാൻ കൊടുക്കാറുള്ളത്. എനിക്ക് 1-2 കേസുകൾ ഒരു വെറ്റിനറി ഡോക്ടർ പറഞ്ഞിട്ട് ചോദിച്ചിട്ട് ഹയോസ്യാമസ് കൊടുത്തപ്പോ റിസൾട്ട് കിട്ടി. ഹയോസ്യാമസ്
ഫോളോ ഓഫിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇത് സാധാരണ ഉണ്ടെന്നാ പറയുന്നത്. ഇപ്പം പശുക്കളിലൊക്കെ ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പല പശുക്കൾക്കും ഉണ്ടെന്നാ. അനിൽകുമാർ സംസാരിച്ചോളൂ. ഹലോ, അല്ല മുസ്തഫ, സാർ. ഞാൻ ഡോക്ടർ ആ. അനിൽകുമാർ ഫ്രം ട്രിവാൻഡ്രം. സാർ ഓക്കെ, നേരത്തെ അൺമ്യൂട്ട് ചെയ്യാനായിട്ട് ഹോസ്റ്റ് പെർമിറ്റ് ചെയ്താലേ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് വൈ ഐ കുഡ് നോട്ട് ഗെറ്റ് ഇൻ. ഞാൻ ഡോക്ടർ മുസ്തഫയായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ധാരാളം വെറ്റനറി ഹോമിയോപ്പതി ചെയ്യാറുണ്ട്. ഞാൻ മുസ്തഫയെ പോലെ തന്നെ PGCVH പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ വെറ്റനറി ഹോമിയോപ്പതി ചെയ്ത ആളാണ്. ഫസ്റ്റ് ബാച്ച് ആയിരുന്നു. അപ്പം ധാരാളം കേസുകളിൽ നമ്മൾ ചെയ്യാറുണ്ട്. മിക്കവാറും ഒക്കെ അതിന്റെ ലീഡൊക്കെ തരുന്ന ഡോക്ടർ മുസ്തഫയാണ്. ഞാൻ അതിന്റെ ഫീഡ്ബാക്കും ഒക്കെ വിളിച്ച് പറയാറുണ്ട്. പെർസെൻറ്റേജ് ഓഫ് സക്സസ് ചെയ്തു വരുന്നതോറും കൂടി വരും. ഒരു സ്പെസിഫിക് കേസായിട്ട് പറയാനില്ല, ധാരാളം കേസുകൾക്ക് ഉപയോഗിക്കാറ്. നമ്മളെ ഗാംഗ്രീനെ കുറിച്ച്. അതെ, ഗാംഗ്രീൻ മാസ്റ്റൈറ്റിസ് ഡോക്ടർ മുസ്തഫ പറഞ്ഞത് വളരെ കോമൺ ആണ് ആടുകളിൽ. സാധാരണ പശുക്കൾക്ക് അത്രയും കാണാറില്ല, ആടുകൾക്ക് ധാരാളം വരുന്ന ഒരു അസുഖമാണ് ഗാംഗ്രീൻ. അത് വന്നു കഴിഞ്ഞാൽ വിത്തിൻ അവേഴ്സ് അതിന്റെ ഒരു ക്വാർട്ടർ കംപ്ലീറ്റ് ബ്ലൂയിഷ് ആയി നമ്മൾ അലോപ്പതിക്കായിട്ട് എത്ര സ്ട്രോങ് ആന്റിബയോട്ടിക് കൊടുത്താലും ഒരു റെസിസ്റ്റൻസ് സ്ട്രെയിൻ ആണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം മിക്കവാറും ആ ബ്ലഡ് സപ്ലൈ പോയിട്ട് 1-2 ദിവസം കൊണ്ട് അത് സ്ലഫ് ഓഫ് ചെയ്യും. അത് മാത്രമല്ല, ഈ ടോക്സീമിയ കൊണ്ട് ഞാൻ 10-33 വർഷം സർവീസ് ഉണ്ട്. ടോക്സീമിയ കൊണ്ട് ഈ ആടുകളെല്ലാം മരിച്ചു പോകാറുണ്ട്. അപ്പൊ അതിന്റെ പെർസെൻറ്റേജ് ഓഫ് റിക്കവറി എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് 0 ആണ്. അപ്പൊ ഇപ്പം ഡോക്ടർ മുസ്തഫ പ്രസന്റ് ചെയ്തത് ഇറ്റ്സ് എൻ ഐ ഓപ്പണർ. അത് പ്രത്യേകിച്ച് ആട് വളർത്തുന്ന കർഷകർ ധാരാളമുണ്ട്. ഇപ്പോഴും ആടിനൊക്കെ നല്ല വിലയാണ്. അപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ ആടിനെ വല്ലതും സംഭവിച്ചാൽ കുട്ടികളും നശിച്ചു പോകും. കാരണം ഈ വരുന്ന ടോക്സിക് മിൽക്ക് കുടിച്ചു കഴിഞ്ഞാല് കുട്ടികളും ചത്തുപോകും. അപ്പൊ ഇതൊരു ഐ ഓപ്പണർ ആണ്. അത് ഒരുപാട് കർഷകരെ നമുക്ക് ഇതുവഴി രക്ഷിക്കാൻ പറ്റും. ഇറ്റ്സ് എ വെരി ഗുഡ് കേസ്. താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, ഡോക്ടർ സംസാരിച്ചോളൂ സാർ. ഞാൻ ഒരു നഷ്ടബോധത്തോടെയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഒരു പക്ഷേ മുസ്തഫ ഡോക്ടറെ കണ്ടിരുന്നെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് ഒരു പക്ഷേ ക്യൂർ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൊരു തോന്നലിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇപ്പം എനിക്ക് ഈ പൂച്ചകളൊന്നും വലിയ താല്പര്യമുള്ള ഒരാളല്ല. പക്ഷെ എൻ്റെ മകന് വളരെ താല്പര്യമുള്ള ഒരു പൂച്ച എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. കാരണം അവൻ തിരുവനന്തപുരത്ത് ആരോഗ്യ വകുപ്പിൻ്റെ ആണ് അവൻ്റെ ജോലി. അവൻ ശനിയാഴ്ച വൈകിട്ട് വരുമ്പം ഈ പൂച്ച ഇവനെ നോക്കി രാത്രി 10 മണി വരെ നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ ഈ പൂച്ചയോട് ഇവന് ഭയങ്കര താല്പര്യം. ഇവർ തമ്മിൽ വലിയൊരു പ്രത്യേക ഒരു സ്നേഹം ഈ പൂച്ചയും എൻ്റെ മകനും തമ്മിലുണ്ടായിരുന്നു. അവൻ രാവിലെ 5 മണിക്ക് ഇവൻ പോകുമ്പോൾ യാത്ര അയക്കാൻ ഈ പൂച്ച നോക്കി നിൽക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ പൂച്ചയെ കാണാതായിട്ട് പിന്നെ ഈ പൂച്ച ഒരാഴ്ച കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം മകനെ കണ്ടപ്പോൾ ഈ പൂച്ച ഒരൊറ്റ ഓട്ടമാണ്. പിന്നെയാണ് മനസ്സിലായത് എൻ്റെ റെക്റ്റം പുറത്തേക്ക് കുറച്ചിങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടായി. അതിനുശേഷം ഇതെന്തോ പേടിച്ചതുപോലെ ഈ പൂച്ച വീട്ടിലേക്ക് വരത്തില്ല, വന്ന് എത്തി നോക്കി ഒറ്റ പിടിയിലാണ് തിരിച്ചു വിടും. അങ്ങനെ 1 മാസം ഇപ്പം ഇവൻ്റെ മകന് വലിയ താല്പര്യമുള്ള മകൻ പറഞ്ഞു, അച്ഛാ അത് എത്ര പൈസ മുടക്കിയാലും നമുക്കിതിനെ രക്ഷപ്പെടുത്തണം എന്ന് മകൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും കൂടി എൻ്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ പൂച്ചയെ പിടിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിൽ ഈ പൂച്ചയെ കൈ കിട്ടിയില്ല. 1 മാസം കഴിഞ്ഞപ്പോൾ ഈ പൂച്ച വീണ്ടും പഴയ പോലെ അവൻ്റെ അടുത്തേക്ക് വരികയും ഇവനോട് വളരെ അടുപ്പം കാണിക്കുകയും അങ്ങനെ ഞങ്ങൾക്ക് ഈ പൂച്ചയെ പിടിച്ച് ഒരു കൂട്ടിനകത്താക്കിയിട്ട് ഞാനൊരു പ്രൈവറ്റ് ഒരു വെറ്റിനറി ഹോസ്പിറ്റൽ 3-4 ഡോക്ടർമാർ ജോലി ചെയ്യുന്ന കോട്ടയം ജില്ലയിലെ വളരെ നല്ല ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഈ പൂച്ചയെ കൊണ്ടുപോവുകയും അവർ ഒരു സർജറി നടത്തി ഒരു 10,000 രൂപയോളമായി സർജറി നടത്തി ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഒരുപാട് മരുന്നുകളൊക്കെ തന്നു വിട്ടു. ഞാനൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അത് ഒരുമാതിരി ഭേദമായി നല്ല മിടുക്കിയായി പൂച്ച. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ സാധനം ഈ പ്രൊലാപ്സ് പോലെ തള്ളി വരികയും അതിനുശേഷം വീണ്ടും കൊണ്ടുപോയിട്ട് അവിടെ തന്നെ ഈ ഓപ്പറേഷൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഒരു 3 തവണ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ ചെയ്തത്. അപ്പം ഞാൻ തന്നെ ഈ പൂച്ചയെ നോക്കാനായിട്ട് നിന്നു.
എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഞാൻ ഈ പൂച്ചയുടെ ഒരു ആരാധകനായിട്ട് മാറി. പൂച്ചയ്ക്ക് മരുന്ന് കൊടുക്കുന്നതൊക്കെ എൻ്റെ ജോലിയായിട്ട് മാറി. അങ്ങനെ 3 പ്രാവശ്യം ഇത് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു നമുക്ക് നമ്മുടെ കൂട്ടുകാരൻ്റെ അലോപ്പതി വെറ്റിനറി ആശുപത്രി കൊണ്ടുപോയി ഇനി സർജറി ചെയ്യാം. അങ്ങനെ ഇവിടെ കല്ലറയിൽ തന്നെയുള്ള ഒരു ചെറിയ വേറൊരു വെറ്റിനറി ആശുപത്രിയിൽ ഞങ്ങൾ ഇതിനെ കൊണ്ടുപോയി. അപ്പൊ എനിക്ക് ഈ പൂച്ച പിടിക്കാൻ വലിയ വശമില്ലായിരുന്നുകൊണ്ട് അതിനെ മയക്കാനുള്ള ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ ഈ പൂച്ച കയ്യിൽ നിന്ന് അങ്ങ് രക്ഷപ്പെട്ടു പോയി. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഈ പൂച്ചയെ തിരക്കി ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലുകയും തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് ഈ പൂച്ചയെ അവശ്യ നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. വീണ്ടും കൊണ്ടുവന്ന് കഴിഞ്ഞ് 4ാമതൊരു ഓപ്പറേഷൻ എന്നുള്ള രീതിയിൽ പഴയ പ്രൈവറ്റ് ആശുപത്രി തന്നെ കൊണ്ടുവരികയും അവിടെ വെച്ച് തന്നെ 3 ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ പൂച്ച നമ്മളെ വിട്ടുപോവുകയും ചെയ്ത ഒരു വളരെ ദുഃഖകരമായൊരു സംഭവം ഉണ്ടായി. നല്ല പൈസയൊക്കെ നമ്മൾ മുടക്കിയെങ്കിലും അതിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അന്ന് നമ്മുടെ ഈ റെക്ടൽ പ്രൊലാപ്സിനുള്ള നമ്മുടെ ചില മരുന്നുകൾ നെക്സോമിക്ക, കോളിൻസോണിയം, സൾഫർ അങ്ങനെ പല മരുന്നുകൾ കൊടുത്തെങ്കിലും നമുക്കത് രക്ഷപ്പെടുത്താനായിട്ട് കഴിഞ്ഞില്ല. അപ്പൊ മുസ്തഫ ഡോക്ടറോട് ചോദിക്കാനുള്ളത്, ഈ കേസ് നമുക്ക് അപ്പൊ അവസാനം ഡോക്ടർ പറഞ്ഞത് അത് 2 ദിവസം പുറത്ത് കിടന്ന പൂച്ച അരിഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോൾ അത് ഇൻഫെക്ഷൻ വരികയും അങ്ങനെയാണ് അത് പ്രശ്നമാവുകയും ചെയ്യുകയാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം മുസ്തഫ ഡോക്ടറോട് ചോദിക്കാനുള്ളത്, ഈ കേസ് നമ്മൾ എങ്ങനെ ചെയ്തിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു? സർജറിക്കും അപ്പുറം സർജറിയോടൊപ്പം നമ്മൾ എന്തെങ്കിലും മരുന്ന് കൊടുത്തിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. റെക്ടൽ പ്രൊലാപ്സ് പുറത്തേക്ക് ഇങ്ങനെ ഒരു വിരലിന്റെ വലിപ്പത്തിൽ തള്ളി വരുന്ന പ്രശ്നമായിരുന്നു അതിനുണ്ടായത്. അങ്ങനെ അതൊരു വലിയ വിഷമം ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കി. ആർണിക്ക കൊടുത്തിരുന്നു സാർ, ബാക്കിയൊന്നും കാൽക്കേരിയ ഫ്ലോർ റിസൾട്ട് കിട്ടും. താങ്ക് യു സാർ. ഡോക്ടർ മുസ്തഫ സാർ, മോഹൻകുമാർ ഡോക്ടർ അറിയോ? പഴയ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു. കോഴിക്കോട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? ഉണ്ടായിരിക്കാം. പുള്ളി തൃശ്ശൂരാ പഠിച്ചിരുന്ന. ഇല്ല, പുള്ളി തീരെ അതെ അതെ, നല്ല സ്പോർട്സ്മാൻ ആയിരുന്നു. PSCയുടെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു. വോളണ്ടറി റിട്ടയർമെന്റ് വാങ്ങിച്ചു. പുള്ളി പോയത്, പുള്ളി കിടപ്പാണ്, ഒരുപാട് നാളായിട്ട് കിടപ്പാണ്. വയനാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിയാണ് ഞാൻ കാണുന്ന ഒരുപാട് മെഡിസിൻസ് തന്ന്, ഈ ഹോമിയോ മെഡിസിൻസ് വലിയ ബോക്സിലൊക്കെ വാങ്ങിച്ചിട്ട് പോകുമായിരുന്നു. നമ്മളൊക്കെ കുപ്പിക്കണക്കിന് വാങ്ങിക്കുന്ന സമയത്ത് പുള്ളി ബോക്സ് കണക്കിന് കെട്ടുകണക്കിനാണ് വാങ്ങിച്ചിട്ട് പോകുന്നത്. പുള്ളി ഒരുപാട് ഒരു സഫറിങ് ഒരു അവസ്ഥയിലാണ്, വർഷങ്ങളായി. സലീം കുമാർ ഡോക്ടർ സംസാരിച്ചോളൂ. ഡോക്ടർ ട്രെയിനിങ് ഭാഗമായിട്ട് ഫീൽഡിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് പുതിയ പുതിയ കേസുകള് കാര്യമായിട്ടൊന്നും പ്രസന്റ് ചെയ്യാനില്ല. ഹലോ ഡോക്ടറെ 2 ചോദ്യങ്ങൾ. ഒന്ന് ഇപ്പോഴത്തെ ചോദ്യം ചോദിച്ചിട്ടാണ്. നേരത്തെ ഡോക്ടറെയൊക്കെ വളരെ സീനിയറായി ഇരിക്കാൻ സാധ്യതയുള്ള ഒരു മുരളി ഡോക്ടർ ഓർമ്മയുണ്ട് എറണാകുളത്ത്? ഒരുപക്ഷെ ഹോമിയോപ്പതിയെ ഈ ഫീൽഡിലേക്ക് എത്തിച്ച അദ്ദേഹം ആവാൻ സാധ്യതയുണ്ട്. അദ്ദേഹം ഞങ്ങളുടെയൊക്കെ ഹോമിയോപ്പതിയിലെ ആചാര്യനായിരുന്ന ജയറാം ഡോക്ടർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അനിയനാണ്. അപ്പൊ അദ്ദേഹം അന്ന്, അതായത് ഒരു 40 വർഷത്തിന് മുമ്പേ തന്നെ അദ്ദേഹം ഹോമിയോപ്പതി ചെയ്യുമായിരുന്നു. അറിയില്ല, ഞങ്ങൾക്ക് അറിയുന്നത് നവീൻ സാറ് വഴിയാണ്. നവീൻ സാറ് വഴിയാണ് നമ്മൾ ഹോമിയോപ്പതിന്റെ മേഖലയിലേക്ക്. പക്ഷെ അന്ന് അല്ല, ഇദ്ദേഹം അത് അന്നൊരു രഹസ്യം പോലെ ചെയ്തിരുന്ന ആളല്ല, മറ്റേ ഒരു പോലെ അല്ല. പുള്ളി ഹോമിയോ മരുന്ന് പലതും കൊടുക്കുമായിരുന്നു പലപ്പോഴും. പിന്നെ ഇനി എനിക്ക് രണ്ടാമത്തെ ചോദ്യം ഒരു ചോദ്യമല്ല, ഡോക്ടറുടെ അറിവിന് വേണ്ടി പറയുകയാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻസമേഷൻ ഉണ്ടല്ലോ നമുക്ക് പശുക്കളിലൊക്കെ ചെയ്യുന്നത്, അതിന് ഇതിവൃത്തമാക്കിയിട്ട് യൂസഫ് അലി കേച്ച ഒരു കവിത എഴുതിയുണ്ട്, അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അങ്ങനെ വീട്ടിലെ പശു അങ്ങനെ ഇരുന്ന് അതിന്റെ ചെറിയ സ്റ്റോറി പാർട്ട് പറഞ്ഞുതരാം. പശു അങ്ങനെ
ഇങ്ങനെ നിന്ന് പശുവിനെ വരും, ശരീരത്തൊക്കെ ഒരു കുളിരൊക്കെ കോരുന്നു. ആ നിമിഷം അവള് ഓരോന്ന് ആലോചിച്ചു പോയി. പണ്ട് മേഞ്ഞ് നടന്നതും അന്ന് കാളച്ചേട്ടൻ അവളെ അടുത്ത കൂടി നടന്നതും അതൊക്കെ ഇങ്ങനെ ഓർത്തു. അത് ഓർക്കാൻ കാര്യം അവള് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോ ഒരു സുന്ദരന ഒരു മേഘം, ഒരു കൂറ്റൻ മേഘം ഇങ്ങനെ പോകുന്നു. അപ്പൊ അവള് പഴയ അവളുടെ കാമുകനെ ഓർത്തു പോയി. പെട്ടെന്ന് അവൾക്കൊരു കുളിര് വന്നു. അപ്പൊ അവിടെ കറക്കാൻ ആള് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ആ ഓർമ്മയിലൊന്ന് ഒന്ന് കുളിര് കൊണ്ട് ഒന്ന് തട്ടി പാലും തെറിച്ചു പോയി. അപ്പോ കാരണം എന്ന് വെച്ചാല് അന്ന് ഇവനെ കൂടി അങ്ങനെ മേഞ്ഞു നടന്ന സമയത്ത് ഈ വീട്ടുകാരൻ വന്ന് അവനെ തല്ലി ഓടിച്ച കഥ ഓർക്കുകയാണ്. എന്താണ്, തല്ലി ഓടിക്കടി, അല്ലെങ്കിൽ ഇവൻ നാളൻ ബ്രീഡനെ പ്രസവിക്കും എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പൊ അതൊക്കെ ഓർത്ത് പെട്ടെന്ന് ഇവിടെ ഒരു നെട്ടി ആത്മാർത്ഥം തെറിച്ചു പോയി, ഒക്കെ തല്ലുകൊണ്ട് അങ്ങനെയാണ് ആ കവിത അവസാനിക്കുന്നത്. അങ്ങനെ ഒരു കവിത യൂസഫ് അലി കേച്ചേരി എഴുതിയിട്ടുണ്ട്. അതിന്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. ആ വിഷയം അല്ല, ആ വിഷയം വേറെ ആരും അങ്ങനെ ഇതിവൃത്തമാക്കിയിട്ടില്ല, ഇങ്ങനൊരു വിഷയം. അങ്ങനെയല്ലേ, വായിച്ചിട്ടില്ല. 10-30 വർഷത്തിന് മുമ്പ് ഇറങ്ങിയ മുമ്പ്. മൃഗങ്ങൾക്ക് ഉള്ള അവകാശത്തെ നമ്മൾ ഹനിക്കുകയാണെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അദ്ദേഹം അറിഞ്ഞിരിക്കുക. ഓക്കെ. മനോജ് ഡോക്ടർ ഇല്ലേ? ഡോക്ടറെ, ഞാൻ അതിനകത്തെ കുറച്ച് വേറെ ഒരു കേസുകൾ കുറെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ റെക്ടൽ ഇതും കണ്ട് ഇത് ഈ കേസ്. ഇതൊരു ഈ കേസ് എന്തായിരിക്കും ആർക്കെയും പറയാൻ പറ്റും? ഇത് പ്രൊലാപ്സ് ഓഫ് ഇതാണോ? പ്രൊലാപ്സ് ഓഫ് റെക്റ്റ് ആണ്. പക്ഷെ അതൊരു കോസേറ്റീവ് ഫാക്ടർ നമ്മൾ ബേസ് ചെയ്തിട്ടാണ് അതിന് മരുന്ന് കൊടുത്തത്. നെക്സ്റ്റ് സ്ലൈഡ് എടുത്തോ. നെക്സ്റ്റ് അതതിന്റെ ഒരു ഹോൾ ബോഡി. ഇനി അടുത്തൊരു ക്യൂർ ചെയ്തൊരു ബോഡി. അല്ലല്ലോ, അതന്നെ ക്യൂർ ചെയ്തു. ഇത് എത്ര സമയം എടുത്തിട്ട് ക്യൂർ ചെയ്തിട്ടുണ്ടാവും എന്ന് ആർക്കെയും പറയാൻ പറ്റുമോ? സാറ് ചെയ്യുന്നതൊക്കെ അത്ഭുതമാണല്ലോ, അതുകൊണ്ട് നമ്മൾ ഈ ടൈം പറയുന്നില്ല. ഒരു തലേ ദിവസം ഏർലി മോർണിംഗിന് എന്റെ വീട്ടിൽ വന്നതാണ്. എനിക്ക് മറ്റേ ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ 34 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടിയുണ്ട്. പുലർച്ചെ നേരം വെളുത്ത് ഞാൻ പള്ളി കഴിഞ്ഞ് വരുന്നേരം ഇരുട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ വന്നൊരു കേസായിരുന്നു. അവർ രാവിലെ എഴുന്നേറ്റ് നോക്കുന്നേരാണ് അങ്ങനത്തെ ഒരു ഇത് കാണുന്നത്. നമ്മൾ അതിന് ഒരു 3 ഡോസ് മരുന്നേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ പിറ്റേന്ന് രാവിലെ വിളിച്ചു പറയണമെന്ന് വെച്ചിട്ട് രാവിലെ ഞാനൊരു 6 മണിക്ക് മൊബൈൽ ഓൺ ആക്കിയ പാടെ തന്നെ വന്ന ഫോട്ടോ ആണിത്. ദാറ്റ് ഈസ് നിയർലി ഇൻ ബിറ്റ്വീൻ 24 hours. അയ്യോ, അതിന് ഒരു കോസേറ്റീവ് ഫാക്ടർ വെച്ചിട്ടുള്ള ഒരു റെമഡിയാണ് കൊടുത്തത്. ആൻഡ് ഓൾസോ റെസ്ക്യൂ റെമഡി. അത് റിട്രൈറ്റ് ചെയ്താണോ? ലഡംപാൽ. അതില് പെർറക്റ്റൽ എക്സാമിനേഷൻ ചെയ്തപ്പം ഇതേ എറപ്ഷൻസ് ത്രൂ ഔട്ട് ദ റെക്ടം ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു ഇത് ചെയ്തത് there may be some bite from allergic insects. ആ ഒരു ബേസിൽ ലഡംപാലും റെസ്ക്യൂ റെമഡിയും ആൾട്ടർനേറ്റീവ് ആയിട്ട് കൊടുത്തപ്പം ഓൾമോസ്റ്റ് ഒരു രാത്രി ആകുമ്പോ തന്നെ സബ്സൈഡ് ചെയ്തു എന്നാണ് അവർ പറഞ്ഞത്. അത്രയും ഹാർഡായിരുന്നു സംഭവം. അതാണ് ഞാൻ പറഞ്ഞ റെസ്ക്യൂ റെമഡീസ് ഷോയിങ് വണ്ടർഫുൾ റിസൾട്ട്സ്. തിരിച്ചു കയറി പോയതാണോ സാറ്? അവരൊന്നും ചെയ്തിട്ടില്ല. അതിനൊന്നും എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് അതിന്റെ മൗത്തിലേക്ക് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അതിന്റെ ആ നോസിന്റെ അതിലുണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി എന്നാ പറഞ്ഞ മരുന്ന്. No force is applied.
No injection, nothing. Only for the medicine over the muscle, that is the nose of the animal. That is the wonderful action of homeopathic remedies, especially സാറ് these ഈ rescue remedies. ഈ PG കോഴ്സിനൊക്കെ സാറിന് പഠിപ്പിക്കുന്ന ആരാണ് അവിടെ? അത് അന്ന് 6 പേപ്പേഴ്സ് ആണുള്ളത്. അതിലെ 5ഉം പിന്നെ കൽക്കത്ത എന്നുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി എന്നുള്ള ആളും മറ്റേത് ഞങ്ങൾ നവീൻ സാറുമാണ് ക്ലാസ് എടുത്തത്. അപ്ലിക്കേഷൻ ഓഫ് ഹോമിയോപ്പതി ഇൻ വെറ്ററിനറി പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ ഉണ്ട്. അത് നവീൻ സാറും രാമൻകുട്ടി സാറും അവർ രണ്ടുപേരും ഇപ്പൊ പോയി. ഇപ്പം മക്കാർ സിംഗും ഞാനൊക്കെയാണ് ജൂനിയേഴ്സിന് ക്ലാസ് എടുക്കുന്നത്. ഇത്രയും മതിയല്ലോ, കുറെ കേസുകൾ ഡിസ്ക്രൈബ് ചെയ്താൽ മതിയല്ലോ. തിയറി മറ്റേ ബേസ് തിയറി ഒക്കെ അവരെടുക്കും. അവര് ഹോമിയോ ഡോക്ടേഴ്സ് ആണോ അതോ വെറ്റിനറി? ഹോമിയോ ഡോക്ടേഴ്സ് ആണ്. അവരെ കൽക്കത്ത നിന്ന് കൊണ്ടുവരുന്നു. അവിടെ ഇതിന് കോഴ്സ് ഉണ്ടോ വെറ്റിനറി സയൻസിന്? ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കേവാസ് തുടങ്ങിയത്. ഇപ്പം നമ്മള് കഴിഞ്ഞ ഒക്ടോബറില് പോണ്ടിച്ചേരി വെറ്റിനറി കോളേജിൽ ഒരു സെമിനാർ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ അവര് കോഴ്സ് തുടങ്ങാനുള്ള പ്ലാനിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോ മുസ്തഫ സാറേ, ഏതെങ്കിലും കാലത്ത് കേരളത്തിലെ ഹോമിയോപ്പതി വെറ്റിനറി ഹോമിയോപ്പതി ചരിത്രം എഴുതി തുടങ്ങുമ്പോൾ അത് തുടങ്ങേണ്ടത് ഈ മുരളി ഡോക്ടറിൽ നിന്നായിരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ ഹോമിയോപ്പതി എന്നുള്ള വാക്ക് കേൾക്കുന്നതിന് മുമ്പേ പൾസാറ്റില എന്നുള്ള വാക്ക് ഞാൻ കേട്ടത് അങ്ങനെയാണ്. കാരണം ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു ഡയറി 10-60 പശുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ഇദ്ദേഹത്തിന് എപ്പോഴും അവിടെ ചെല്ലേണ്ടതുകൊണ്ട് അവിടുത്തെ കാര്യസ്ഥനായ അദ്ദേഹം അന്ന് ഡിഗ്രിയുള്ള ഒരാളാണ്. ആ കാര്യസ്ഥനെ ഓരോരോ മരുന്നുകൾ എപ്പോൾ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരുന്നു. അതിലൊരു മരുന്ന് പൾസാറ്റിലാണ്, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ പുള്ളിനെ എപ്പോഴും വിളിക്കും, ഫോൺ ചെയ്യുമ്പോൾ താൻ ആ മരുന്ന് അതിന് കൊടുത്താൽ മതി എന്നൊക്കെ ഇദ്ദേഹം അങ്ങനെ പറഞ്ഞു കൊടുക്കും. അദ്ദേഹം ആ അറിവ് വന്നിട്ട് എൻ്റെ വീട്ടിൽ പശുവുണ്ട്, എൻ്റെ അച്ഛന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒക്കെ കൊടുത്തിരുന്നാല് അപ്പൊ ഒരു 40 yearsനൊക്കെ മുമ്പത്തെ കഥയാണ് ഈ പറയുന്നത്. 40-45 yearsന് മുമ്പത്തെ കഥ. അപ്പൊ കേരളത്തില് വെറ്റിനറി ഹോമിയോപ്പതി ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാലമാണുള്ളത്. അതാണ് അദ്ദേഹത്തിന്റെ ചേട്ടൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഹോമിയോപ്പത്താണ് ആയിരുന്നു, ജയറാം ഡോക്ടർമാർ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അറിഞ്ഞിരിക്കുക. ഓക്കെ സാർ. ഒരു സമയമായി, നമുക്ക് ഏതാണ് സലീം കുമാർ ഡോക്ടർ തന്നെ നന്ദി പറഞ്ഞോളൂ. സാറേ, ഞാൻ ഇപ്പൊ കുറച്ചൊക്കെ കുഴപ്പമൊന്നുമില്ല. കാരണം നേരം വെളുത്തു കഴിഞ്ഞാൽ ഈ ക്ലാസ് മുഴുവനായിട്ട് യൂട്യൂബിൽ കേൾക്കാമെന്നുള്ളൊരു അവസരം വന്നേക്കുന്നുണ്ട്. ഞാനൊരു യാത്രയിലായിരുന്നു, ശാന്ത ഡോക്ടറെ കണ്ടിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് വന്നോളൂ. അപ്പൊ സാറിന്റെ എനിക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് കേൾക്കാൻ പറ്റില്ലെങ്കിലും നാളെ ഞാൻ കേട്ടിരിക്കും. പിന്നെ എന്താ പറയാ, ഈ നമ്മള് IFPH-ലൂടെ നമുക്ക് കിട്ടിയ ചില വരദാനങ്ങളിൽ ഒന്നാണ് മുസ്തഫ ഡോക്ടർ. ഇത്രയൊക്കെ ഹോമിയോപ്പതിക്ക് സാധിക്കും എന്നുള്ളത് അറിയുമ്പോൾ സാറേ, ഈ ഒരു പരിധി ഇപ്പൊ കേരളത്തിലെ ആനകൾക്ക് മതം പൊട്ടാതിരിക്കുന്നത് ഹോമിയോപ്പതിയുടെ അല്ലേ? അങ്ങനെ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് സാറേ. കേൾക്കാമോ സാറേ? ഹലോ സാർ, കേട്ടില്ലെന്ന് തോന്നുന്നു. മുസ്തഫ സാറേ കേൾക്കാമോ? ആന ഞങ്ങളെ ഏരിയയിൽ കുറവായത് കൊണ്ട് തന്നെ ആനയിലേക്കുള്ള എക്സ്പോഷർ എനിക്ക് കുറവാണ്. പക്ഷെ അല്ല സാറല്ല, അല്ല അങ്ങനെ അവര് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് കേരളത്തിലെ ആനകൾക്ക് മതം പൊട്ടാത്തതിന് കാരണം. എന്റെ ക്ലാസ്മേറ്റ് ആണ് ഡോക്ടർ ഗിരിദാസ്, തൃശ്ശൂരുള്ള ആന എക്സ്പെർട്ട് ആണ്. കക്ഷി ഹോമിയോ കോഴ്സ് കൂടി കഴിഞ്ഞതാണ്. ഹോമിയോ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്, ഹോമിയോ മരുന്നുകൾ കൊടുക്കാറുണ്ട്. എത്രത്തോളം എന്നുള്ളത് ഞാനൊന്ന് അല്ല ഞാൻ അങ്ങനെ ആരോ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിലെ ആനകൾക്ക് മതം പൊട്ടാത്തതിന്റെ കാരണം ഹോമിയോ മരുന്നാണെന്നും അത് തന്നെ കേരള സമൂഹത്തോട് തന്നെ ചെയ്യുന്ന വലിയൊരു കാര്യമാണല്ലോ വെറ്ററിനറി ഹോമിയോപ്പതി ചെയ്യാൻ പറ്റിയത്. അപ്പൊ അതിലെ ഒരു ഇപ്പൊ ഉള്ളതിലൊരു നായക സ്ഥാനത്തേക്ക് മാറി വന്നിരിക്കുന്ന ആളായിട്ട് തോന്നുന്നു സാറിന്. ഇതിനൊക്കെ അത്ഭുതം എന്നുള്ള വാക്ക് മതിയാവില്ല സാർ. ഏതായാലും ഇങ്ങനെ ഒരാളെ പരിചയപ്പെടാൻ തന്നെ പറ്റിയത് IFPH-ലൂടെ കണ്ടെത്താൻ പറ്റിയത് IFPH-ന്റെയും ഞങ്ങളെയൊക്കെ ഭാഗ്യമായിട്ട് വരുന്നു. ഹോമിയോപ്പതിയുടെയും അതുവഴി ഇവിടുത്തെ പാവപ്പെട്ട മൃഗങ്ങളുടെയും കൂടി ഭാഗ്യമുണ്ട് സാറിന്. അത് ഒരിക്കൽ കൂടി സാറിന് നന്ദി പറയുന്ന IFPH-നോടില്ല.
ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തു തരുന്ന അദ്ദേഹം അല്ലേ? അദ്ദേഹത്തിന് വെറ്റിനറി അല്ല, അദ്ദേഹം ഹോമിയോപ്പതി ഡോക്ടറിന്റെ ഗണത്തിൽ തന്നെ നമുക്ക് കൊണ്ടുവരിക്കണം. ഓക്കെ. അതുപോലെ തന്നെ ഡോക്ടർ മുസ്തഫ ഡോക്ടറോട് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ആ പിന്നെ റെക്ടൽ പ്രൊലാപ്സ് കണ്ട അത് ഇൻസെക്ട് ബൈറ്റ് ആണെന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്തേ? അത് ആ സംഭവം തന്നെ ഉള്ളിലൊക്കെ ഉണ്ട്. ചില സ്ഥലത്ത് സ്കിന്നിലും ചെറിയ തോതിലുണ്ട്. അപ്പൊ ഇത് കുറച്ചുകൂടി സോഫ്റ്റ് ടിഷ്യൂ ആണല്ലോ. അപ്പൊ അത് കുറച്ചുകൂടി ഓവറായിട്ട് എക്സിബിറ്റ് ചെയ്തതായിരിക്കും എന്നുള്ള നമ്മളൊരു മൈൻഡ് തോട്ടിലൂടെ നമ്മൾ ഇതൊക്കെ കുറെയൊക്കെ നമുക്ക് ഒരു ഡിവൈൻ ടച്ച് പോലെ വരുന്നതാണ്. അത് തന്നെ നമുക്ക് ആ സമയത്ത് ആ ഒരു ഇല്യൂഷൻ വരുന്നതാണ്. നമുക്ക് എനിക്കും ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതാണ്. നമുക്ക് അപ്പോഴാ ഒരു ഇതായിരിക്കാം അല്ലേ എന്നൊരു തോന്നൽ. അപ്പൊ അതൊരു നമ്മളൊരു ഡിവൈൻ ടച്ച് തന്നെ. നമുക്കത് മനസ്സിലാവും. വളരെ രാംദാസ് സാർ സംസാരിച്ചോളൂ സാറേ. കേൾക്കാമോ? കേൾക്കാം. സാർ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഒരു നാടൻ പശു ഉണ്ട്, ഞങ്ങളെ പെറ്റാണ്. അപ്പോ പിന്നെ ഒരു ദിവസം എന്തായിരുന്നു അതിന്റെ ഹൈപ്പർ മുസ്തഫ ഡോക്ടർ സാർ എന്തായിരുന്നു അയ്യോ, ആ പശു വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഒരു ദിവസം രാവിലെ നോക്കുമ്പോ എനിക്ക് ആകെ പേടിയായി. ഞാൻ വിചാരിച്ചു ഭ്രാന്തങ്ങാൻ വന്നോന്ന്. ഡോക്ടറോട് ഞാൻ പറഞ്ഞില്ല, എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ്. അപ്പോ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടി. കുറെ പശുക്കളുണ്ട്. അപ്പൊ ഞാൻ പയ്യനെ ഒഴിച്ച് മാറ്റി കെട്ടാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്ത ഒരു പ്രാഥമിക ചികിത്സയൊക്കെ ഞാൻ കൊടുത്തു. എന്നിട്ട് ഉടൻ മുസ്തഫ ഡോക്ടറെ വിളിച്ചു. പള്ളിയിൽ നിന്ന് വരട്ടെ എന്തായാലും വിചാരിച്ചിട്ട് കാത്തു നിന്നു. ഞാൻ വിളിച്ചപ്പോ മുസ്തഫ ഡോക്ടർ അന്നേരം ഒന്നും ആൻസർ ചെയ്തില്ല. ഞാൻ അങ്ങനെ വല്ലാതെ വെറീഡായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പിന്നെ മുസ്തഫ ഡോക്ടറെ നേരിട്ട് വിളിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇന്നേ ഒരു മരുന്ന് കൊടുത്തു നോക്കോ, A5 ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഉടൻ ഞാൻ പയ്യനെ വിളിച്ചു. ഞാൻ അവിടുന്ന് വിട്ടുപോയിരുന്നു. പയ്യനെ വിളിച്ചു പറഞ്ഞു അത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്തു. എന്താ അറിയില്ല സർ, ക്വിക്ക് റിസൾട്ട് ആയിരുന്നു. ഒരു 3 ഡോസ്. അന്ന് രാത്രി ഞാൻ തിരിച്ചെത്തിയപ്പോ ഈ പശു അതേ കളി കളിക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ പയ്യനെ വിളിച്ചു നോക്കിയപ്പോ പിന്നെ അത് കൊടുത്ത് അവനൊന്നും ചെയ്തിട്ടില്ല, ഒരു പ്രശ്നവും കണ്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി ഞാൻ കിടന്നുറങ്ങുന്നതിന്റെ മുന്നേ മുസ്തഫ ഡോക്ടറെ വിളിച്ചു. മുസ്തഫ ഡോക്ടർ 3 ഡോസ് ഞാൻ അടിക്കാൻ പറ്റി 1 മണിക്കൂർ ഗ്യാപ്പിൽ. ആ 3 ഡോസ് കൊണ്ട് പശു കാമൻ കൊയറ്റായി. അതിനുശേഷമാണ് ഞാൻ അതിനെ സ്ഥാനത്ത് കെട്ടി ഞാൻ കിടന്നുറങ്ങിയത്. അത് വലിയൊരു അനുഭവമാണ് സർ. അതുപോലെ തന്നെ വീട്ടിൽ ഒരു 3 മാസമായിരുന്നു ആ പശു. 5 ചെറിയ കുട്ടി, അതിന് ഈ ചർമ്മരോഗം വന്ന് ചാവാനായിപ്പോയിന്. അത് ഞാൻ അറിയില്ല, ഞാൻ വീട്ടിലില്ലായിരുന്നു. ഇവിടെ വൈഫാണ് നോക്കുന്നത്. അപ്പൊ അവക്ക് വളരെ പെറ്റാത് അവള്. അപ്പോ ഈ മുസ്തഫ ഡോക്ടറുടെ മരുന്ന് തന്നെയാണ് അതിനെ ഇപ്പൊ ജീവനോടെ ഇന്ന് അത് മുറ്റത്തൂടെ ഓടി കളിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു സാർ ഓർമ്മ. ഏതായാലും മുസ്തഫ ഡോക്ടർക്ക് എന്താ പറയാ, മനസ്സിൽ പതിച്ച നന്ദി എങ്ങനെ പറയണമെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഹോമിയോപ്പതിക്കും വല്ലാത്ത ഒരു കടപ്പാട് നമുക്ക് ഇപ്പൊ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഫാം നടത്താം എന്നുള്ള ഒരു തീരുമാനം എടുത്തത് മുസ്തഫ ഡോക്ടറെ കണ്ടുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തി ഞാൻ അത് വിഡ്രോ ചെയ്യാന്നായിരുന്നു വിചാരിച്ചത്. അത് മുസ്തഫ ഡോക്ടറോട് നേരിട്ട് ഞാൻ പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഒരു ഡോക്ടറുടെ ആവശ്യം ഉണ്ടാവില്ല, നിങ്ങൾ ഞാൻ പറയുന്നത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഞാൻ ഫാമിന്റെ ഏരിയ കൂട്ടിക്കൊണ്ടിരിക്കുന്ന, അതിന് പണി നടക്കുന്നുണ്ട്. ഏകദേശം ഒരു 100 പശുവിന്റെ കണക്കിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ സാർ, ഇതിന് മുസ്തഫ ഡോക്ടറോടും നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഒന്നുകൂടെ നന്ദി പറയുന്നു. ഓക്കെ സാർ, താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത ഒരു 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മെഡിസിൻസ് ഫോർ സയനൈഡ് പോയ്സണിംഗ് ഇൻ കൗ ഡ്യൂ ടു ഈറ്റിംഗ് ടാപ്പിക്കോ ലീവ്സ്. നമുക്ക് സയനൈഡ് പോയ്സണിങ് എന്നത് ഒരു അന്നേരം കാണിക്കുന്ന സിംറ്റംസിന്റെ ഇത് വെച്ചിട്ടാണല്ലോ നമ്മൾ മരുന്നെടുക്കുന്നത്. അതിന്റെ ബെലോയിങ് അല്ല ബ്ലോട്ടിങ് ഏത് ശരീരഭാഗത്താണ് കൂടുതലുള്ളത്, അന്നേരമുള്ള അതിന്റെ ആൻസൈറ്റി, ഇതൊക്കെ നമ്മൾ ഒരു സെലക്ഷന് എടുക്കുന്നുണ്ട്. നെക്സ് ആണ് സാധാരണ അതിനൊക്കെ പ്രൈമറി ആയിട്ട് വേണ്ടി വരിക. ബാക്കി നമ്മൾ അന്നേരം വരുന്ന സിംറ്റംസിനെ നോക്കിയിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യന് വേംസിൽ ഇതുപോലെ തന്നെയാണ്. പല മരുന്നിനും റിസൾട്ട് കിട്ടുന്നുണ്ട്.
സിന കിട്ടുന്നുണ്ട്, നക്സ് കിട്ടുന്നുണ്ട്, ഫെലിക്സ് മാക്സ് കിട്ടുന്നുണ്ട്, സ്പൈജീലിയ കിട്ടുന്നുണ്ട്. അങ്ങനെ പല പല ബാപ്റ്റീഷ്യ കൊടുത്തിട്ട് പോലും ഇത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു നമുക്ക് പനിക്ക് പാരസെറ്റമോൾ എന്ന് പറഞ്ഞു വരുന്ന പോലെ പറഞ്ഞു തരാൻ പറ്റൂല. അതാണ് ഇതിന്റെ പ്രശ്നം. മൊബൈൽ നമ്പർ, സാറിന്റെ മൊബൈൽ നമ്പർ ഒന്നിട്ടേക്കോ സാർ? 790 ഇതിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേക്കോ. 7 നോക്കട്ടെ, 790 ഞാൻ ടൈപ്പ് ചെയ്യാം. ആ വന്നില്ലേ? വന്നിട്ടുണ്ട് സാർ. അപ്പോൾ ഇന്ന് വളരെ സന്തോഷം. ഇതോടുകൂടി ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും ശുഭരാത്രി.